മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെയും വാസസ്ഥലം, കാലങ്ങളോളം പ്രകൃതി ഒളിപ്പിച്ചു വെച്ച അത്ഭുത പ്രതിഭാസം. വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ചേർന്ന് കഥകൾ രചിച്ച ബോറാ ഗുഹകൾ ഉള്ളിൽ അത്ഭുതങ്ങൾ ഒളിപ്പിച്ച ഇടമാണ്. ഒരു ക്യാൻവാസിലെ പെയിന്റിംഗ് പോലെ, അസ്തമയ സമയത്തെ ചക്രവാളത്തിന്റെ ഭംഗി പോലെ മനോഹരമാണ് ഇതിനുള്ളിലെ കാഴ്ചകൾ. കൺമുന്നിൽ കണ്ടാൽ മാത്രം വിശ്വസിക്കാൻ സാധിക്കുന്ന അത്രയും അവിശ്വസനീയമാണ് ബോറാ ഗുഹ. ഇന്ത്യയിലെ മറ്റൊരത്ഭുതമായി കണക്കാക്കുന്ന ബോറാ ഗുഹകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗുഹകളിലൊന്നായാണ് ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം അരാഗു വാലിക്ക് സമീപത്തുള്ള ബോറാ ഗുഹകൾ അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2313 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹ ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ഗുഹ കൂടിയാണ്. ബോറാ ഗുഹാലു എന്നും ഇതിന് പേരുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ നീണ്ടുകിടക്കുന്ന ഗുഹയുടെ ഗുഹാമുഖത്തിന് മാത്രം 100 മീറ്റർ വിസ്തൃതിയുണ്ട്. എന്നാൽ 350 മീറ്റർ ദൂരം മാത്രമേ സന്ദർശകർക്ക് ഉള്ളിലേക്ക് പോകുവാൻ അനുമതിയുള്ളൂ. സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലഗമൈറ്റ് എന്നിങ്ങനെ 2 തരത്തിലുള്ള പാറകളാണ് ഇവിടെയുള്ളത്. ഇതിൽ കൂടുതലും ചുണ്ണാമ്പ് കല്ലുകളാലാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴോട്ട് വളരുന്ന പാറകളാണ് സ്റ്റാലക്ടൈറ്റ്. ഈ 2 തരത്തിലുള്ള പാറകളും ചേർന്ന് വ്യത്യസ്ത രൂപങ്ങളാണ് ഈ ഗുഹയ്ക്കുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു ക്യാൻവാസിൽ നിറങ്ങൾ പരന്നൊഴുകിയിരിക്കുന്നത് പോലെയാണ് ഇതിനുള്ളിലെ പാറകളിലെ രൂപങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസങ്ങളാൽ നിറഞ്ഞ ഒരിടമാണിത്. ഹൈന്ദവ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ചേർന്ന് കിടക്കുന്ന ഒട്ടേറെ സ്റ്റോൺ ഫോർമേഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഋതുപർണൻ, പാണ്ഡവർ, ശങ്കരാചാര്യർ തുടങ്ങിയവർ ഇവിടെ ഈ ഗുഹയ്ക്കുള്ളിൽ പൂജകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം. വിവിധ വലിപ്പത്തിലുള്ള ശിവലിംഗങ്ങൾ, ശേഷനാഗം, ഐരാവതം, ബ്രഹ്മാവിന്റെ വാഹനമായ അരയന്നം തുടങ്ങിയവയുടെ രൂപങ്ങളിൽ കല്ലുകളിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇവിടെ കാണാം. ഇതുകൂടാതെ മനുഷ്യന്റെ തലച്ചോറിന്റെ രൂപം, അമ്മയുടെയും കുഞ്ഞിന്റെയും രൂപം, അങ്ങനെ നിരവധി രൂപങ്ങളും പാറകൾ രൂപപ്പെട്ട് കിടക്കുന്നു. ഇവിടെ ഒരു ഗുഹയ്ക്കകത്തായി മറ്റൊരു ചെറിയ ഗുഹയും രൂപം കൊണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ശിവലിംഗവും അതിനോട് ചേർന്ന് മറ്റൊരു പ്രാർത്ഥനാ പീഠവും കാണുവാൻ സാധിക്കും. ഇതിനുള്ളിലെത്തി പ്രാർത്ഥിക്കുവാനായി പ്രാദേശികരായ ഒരുപാട് ആളുകൾ എത്തുന്നു. ഇതുകൂടാതെ ഗുഹയ്ക്കുള്ളിലെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ധാരാളം സന്യാസിമാരെയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഗുഹയ്ക്കുള്ളിൽ ശിവലിംഗം വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഗുഹയ്ക്ക് മുകളിലായി മേഞ്ഞിരുന്ന ഒരു പശു 200 അടി താഴ്ചയുള്ള ഒരു ദ്വാരത്തിലേക്ക് വീഴുന്നു. പശുവിനെ അന്വേഷിച്ചെത്തിയവർ ഗുഹയ്ക്കുള്ളിലെത്തിയെന്നും അവിടെ ശിവലിംഗത്തിന്റെ ആകൃതിയിൽ ഒരു കല്ല് കണ്ടുവെന്നും പറയപ്പെടുന്നു. പിന്നീട് ശിവനാണ് പശുവിനെ രക്ഷിച്ചതെന്ന് വിശ്വസിച്ച ഗ്രാമവാസികൾ ഗുഹയ്ക്കുള്ളിൽ ഒരു ചെറിയ ക്ഷേത്രം പണിത് ശിവനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഗുഹയ്ക്കുള്ളിൽ ശിവലിംഗം വന്നത് എന്നതാണ് വിശ്വാസം. പഠനങ്ങൾ അനുസരിച്ച് ഏകദേശം 150 മില്യൺ വർഷത്തിലധികം പഴക്കം ഈ പാറകൾക്കുണ്ട് എന്നാണ് വിശ്വാസം. എന്നാൽ 1807 മാത്രമാണ് പുറമെ നിന്നൊരാൾക്ക് ഈ ഗുഹ കണ്ടെത്താനാവുന്നത്. ജിയോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലുണ്ടായിരുന്ന വില്യം കിങ് ജോർജ് ആണ് വളരെ അവിചാരിതമായി ഈ ഗുഹകൾ കണ്ടെത്തുന്നത്. മിഡിൽ പാലിയോലിറ്റിക് സംസ്കാര സമയത്ത് രൂപം കൊണ്ടവയാണ് എന്ന് ചരിത്രം പറയുന്നു. എത്ര കടുത്ത വേനലിലും ഇവിടെ ഗുഹയ്ക്കുള്ളിൽ കഠിനമായ തണുപ്പ് മാത്രമായിരിക്കും അനുഭവപ്പെടുക. പുറത്തെ കാലാവസ്ഥ എന്തുതന്നെയായാലും അതൊന്നും തന്നെ ഗുഹയെ ബാധിക്കുകയേയില്ല. കടലും പർവ്വതങ്ങളും തണുപ്പും ട്രക്കിങ്ങും റൈഡും ഒക്കെയായി പല രീതിയിൽ യാത്രകൾ വേറിട്ടിരിക്കുന്നു. ഗുഹകളിലൂടെയുള്ള സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒരിക്കലെങ്കിലും പോകേണ്ട ഇടമാണ് ബോറാ ഗുഹകൾ. നവംബർ, ഡിസംബർ മാസത്തിലാണ് ബോറാ ഗുഹകൾ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം.